കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രൂപമാക്കിക്കൊണ്ട് നമുക്ക് തുണയാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരിലേക്ക് പറഞ്ഞയക്കുന്നു. അല്ലെ, സുഗന്ധമുള്ള നല്ല രൂപത്തോടു കൂടി കടന്നു വരും. എന്നിട്ട് സന്തോഷവാർത്തയെ അറിയിക്കും. താങ്കൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചു, തെറ്റുകളിൽ നിന്നും ആശയത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. അല്ലാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുകയും അതിനുശേഷം അങ്ങനെ അയാൾ സന്തോഷ വാർത്തയ്ക്ക് അറിയിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം കബറിൽ നിന്ന് ഒരു വാതിൽ തുറന്നു, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ. അതേപോലെ തന്നെ ഇപ്പുറത്ത് നരകത്തിൽ നിന്നുള്ള ഒരു വാതിലും തുറന്നു കൊടുക്കും. എന്നിട്ട് ആ മലക്കുകൾ ഇങ്ങനെ പറയും, മഞ്ചിൽ സ്വർഗത്തിലേക്ക് നോക്കും, ഇതാണ് നിന്റെ വീട്. മനുഷ്യരിൽ എത്തി വിചാരണ കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന വീടാണിത്, സ്വർഗത്തിന് സുഖങ്ങളാണിത് എന്ന് പറയും. ഞാൻ ഈ ഭൂമി അള്ളാഹ് വിഗ്രഹിച്ചിരുന്നെങ്കിൽ, അള്ള പറയുന്നത് കേൾക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്ന? നരകത്ത് വാഴു പറഞ്ഞല്ലോ, ആ നരകങ്ങളെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ നരകമാണ് നിന്റെ വീട്. നീ അള്ളാഹ് വിഗ്രഹിച്ചിരുന്നെങ്കിൽ, അള്ളാഹ് വിഗ്രഹിച്ചിരുന്നെങ്കിൽ നിന്റെ വീട് നരകത്തിൽ കത്തുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അയാൾക്കുണ്ടാവുന്ന സന്തോഷം എത്രയായിരിക്കും? അല്ലെ, കാരണം എന്താ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, മാത്രമല്ല സ്വർഗം കിട്ടും ചെയ്തു. അപ്പൊ അയാൾക്കുണ്ടാവുന്ന ആഹ്ലാദം വർണ്ണിക്കാൻ കഴിയില്ല. അയാളിങ്ങനെ ആ വാതിലൂടെ സ്വർഗത്തിലിങ്ങനെ കാണും. അല്ലെ, സ്വർഗത്തിലെ തന്റെ വീട്, കൊട്ടാരങ്ങൾ, വാഹനങ്ങൾ എല്ലാം ഇങ്ങനെ കാണുമ്പോ അയാൾ പറയുന്നത്രേ, എന്താ പറയുക? റബ്ബി, എന്റെ റബ്ബേ, അതിൽ പെട്ടെന്ന് ചെയ്യാവുന്നവരുണ്ടാവട്ടെ. എന്നിട്ടോ എനിക്കിതാ ഈ കണ്ട എന്റെ സ്വത്തുക്കൾ, എന്റെ കുടുംബക്കാർ, എന്റെ ഇണകൾ ആ കുടുംബത്തിൽ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ആളുണ്ടാക്കുന്ന പറയാ. നമ്മളെന്താ പറയാ? പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് പറയാ. കാരണം അവകളാണ് നമുക്കെന്നാണ്. പക്ഷേ കബറിൽ സത്യവിശ്വാസിയായ, അള്ളാഹ് മനസ്സിലാക്കി ജീവിച്ച, അള്ളാഹുവിൽ ശിർക്കില്ലാതെ ജീവിച്ച, ശരിയായ മുമ്പിനായി ജീവിച്ച, ഇസ്ലാമനുസരിച്ച് ജീവിച്ച, നമസ്കരിച്ച, നോക്കുനോച്ച, സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ അവർക്കത് പറയും, റബ്ബി അടിൽ ചെയ്യാത്ത പെട്ടെന്ന് ചെയ്യാമത്തിനാൾ ഉണ്ടാക്കണം എന്നിങ്ങനെ വിളിച്ചു പറയും. കാരണം എന്താ? സ്വർഗമാണ്. അപ്പൊ ആ മനുഷ്യനോട് പറയും, നീ ഇവിടെ ഈ സ്വർഗം കണ്ട് താമസിച്ചോ, അതിന്റെ സുഖവും അതിന്റെ പരിമളവും അതിന്റെ സുഖങ്ങൾ കാത്തുവെച്ച് ആ കബറിനെ കഴിഞ്ഞോന്ന് പറയും. ഇനി ഇതല്ല, ഇതൊരു ഭൂമിയായ മനുഷ്യന്റെ അവസ്ഥയാണ്. ഇനി ഇതല്ലാതെ ഒരു കാപ്പറായ മനുഷ്യന്റെ അതീതങ്ങളെ തുടരുകയാണ്. അങ്ങനെ ഒരു കാപ്പറായ മനുഷ്യനാണെങ്കിൽ ആ കബറിൽ എത്തുമ്പോ ആ കബറിൽ വന്നുകൊണ്ട് മലക്കുകൾ ഇതേപോലെ ഇവരോടും ചോദിക്കും, 3 ചോദ്യങ്ങൾ ചോദിക്കും. എന്താ ചോദിക്കുക? മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക. നിന്റെ റബ്ബാരാണ്, നിന്റെ മതമേതാണ്, നിന്റെ നബിയാരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോ ആ പാപിയായ മനുഷ്യന്, പാപം ചെയ്ത മനുഷ്യന്, നന്ദികെട്ട മനുഷ്യന് മറുപടി ഉണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? യാ അതിരി, എനിക്കറിയില്ല, എന്റെ റബ്ബാരാണെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ ലോകത്ത് അള്ളാഹ് അനുസരിച്ചില്ല, അള്ളാഹ് മനസ്സിലാക്കിയില്ല, അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല. മുഹമ്മദിന് പറഞ്ഞതുപോലെയല്ല ജീവിതം. ദുനിയാവും കച്ചവടവും അതേപോലെ തന്നെ അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം ജീവിച്ചു. അവർക്ക് പറയാൻ പറ്റില്ല. അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നെഞ്ചിൽ കൈവച്ചതുകൾ പറയും, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം. അതിനെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ അങ്ങനെ തുടങ്ങി റബ്ബിന് മാത്രം അവകാശപ്പെട്ടതൊക്കെ റബ്ബിന് മാത്രം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം. ഈ മക്കളെ ആ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് വിളിച്ചിട്ടോ അവരുടെ പറഞ്ഞപ്പോ
അപ്പം അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർക്കാണ് അവിടെ പറയാൻ പറ്റുള്ളത് ഹദീസിൽ മനസ്സിലാക്കി. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റബ്ബി അല്ലാഹ് പറയാൻ പറ്റില്ല, ഈ ഇസ്ലാം ദീനിന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ മുഹമ്മദ് നബി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാവിയായ മനുഷ്യൻ പറയും യാ അതിരി, എനിക്ക് അറിയില്ലാന്ന് പറയാം. അപ്പൊ ആ മനസ്സിൽ പറയും യാ ദറൈക വലാ തലൗക, നീ അറിഞ്ഞില്ല, പഠിക്കാൻ അറിഞ്ഞില്ല, ദീനിനെ മനസ്സിലാക്കില്ല, മുഹമ്മദ് നബിനെ അറിഞ്ഞില്ല, അവനെ കുറിച്ച് പഠിച്ചില്ല എന്ന് പറയുകയും അങ്ങനെ അവന്റെ അടുക്കലേക്ക് വൃത്തികെട്ട രൂപമുള്ള ദുർഗന്ധമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വൃത്തികെട്ട രൂപമാണ് ഒരു രൂപം ഞാൻ ആ രൂപത്തിൽ നിന്ന് നാശം പറഞ്ഞാൽ വളരെ വൃത്തികെട്ട നാശമുണ്ട്, മുഷിഞ്ഞ വൃത്തികെട്ട ദേശമാണ് അത്. അങ്ങനെ ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്ന ഒരാളിങ്ങനെ ആ കവറിന് അയാൾ കൂടെ വരും. അള്ളാന്റെ ശിക്ഷ കിട്ടുന്നവർക്ക് സമാനിയാണ് ജീവിതത്തിന് അള്ളാന്റെ ശിക്ഷ ഇങ്ങനെ ഇടക്കിടക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നമ്മ ശിക്ഷിക്കട്ടെ, നിന്നിന്റെ ശിക്ഷകളാണ് ഇങ്ങനെ അദ്ദേഹത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചോദിക്കും നീ ആരാണ്, അകന്നു പോ, നാണിയിട്ടില്ല, എങ്കിലോ കുറച്ച് ശിക്ഷകളാണ് കവറിന്റെ വിൽക്കലും മറ്റുമായി എനിക്ക് സഹിക്കാൻ വയ്യ, ഇവരെ നിന്റെ നാട്ടുകൂടി കഴിക്കാൻ വയ്യ, മാറിപ്പോകുന്നതാണ്, ഞാൻ പോവില്ല. നീ ആരാണ്? ഞാൻ നിന്റെ വൃത്തികെട്ട പാപങ്ങളാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ പാപം ചെയ്യില്ലേ, നിന്റെ പാപങ്ങളാണ് അനുഭവിച്ചോ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു ശിക്ഷയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിലിരിക്കുമ്പോ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് വളരെ മുഷിഞ്ഞ വേഷം ധരിച്ച് അയാളുടെ ശരീരത്തിൽ വൃത്തികെട്ട നാശമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ കേൾക്കുന്നത് നല്ല കേൾക്കുന്നത് ആണ് പോകും, കാരണം സഹിക്കാൻ വയ്യ. അപ്പൊ കബറിൽ ശിക്ഷകൾക്ക് പുറമെ ആ നമ്മൾ ചെയ്ത പാപത്തിന്റെ ദുർഗന്ധവും അതേപോലെ തന്നെ അതിന്റെ ആ പ്രയാസങ്ങളും അവരെ അതും കൂടി സഹിക്കേണ്ടി വരും. മാത്രവുമല്ല അവർ ഒരു ആളി ഉണ്ടാക്കി കൊടുക്കും, ഒരു മലക്കിന്. അവൻ അയാൾക്ക് കണ്ടു കാണില്ല, ചെവി കേൾക്കില്ല, ഒന്നും സംസാരിക്കില്ല. ആ മലക്കിന്റെ കയ്യിൽ എന്തുണ്ടാവും? നിർദ്ദം, ഇരുമ്പിന്റെ വടിയുണ്ടാവും. കണ്ണു കാണില്ല, കണ്ണു കാണുമ്പോൾ പിറകുമ്പോഴും ഇതുണ്ടാവുമല്ലോ. എന്റെ ചെവിയുണ്ടെങ്കിൽ നിലവിളിക്കുക, അടിയേക്ക് നിലവിളിക്കുമ്പോൾ കേൾക്കാൻ അയാൾക്ക് ഒന്നും കാണില്ല, അടിയല്ല പടച്ചോ പറഞ്ഞത് അങ്ങനെ ചെയ്യുകയാണ്. നിർദ്ദത, ആ മലക്കിന്റെ കയ്യിൽ എന്തുണ്ടാവും? ഒരു വടിയുണ്ടാവും. ജബൽ, ആ മലക്കിന്റെ കയ്യിലുള്ള ആ ഇരുമ്പിന്റെ വടി കൊണ്ട് ഒരു പുറത്തെ വലിയൊരു പർവ്വതം, ഏറ്റവും വലിയ ഭൂമിയിലെ നിങ്ങൾക്ക് കാണാവുന്ന അറിയാവുന്ന ഏറ്റവും വലിയ പർവ്വതം, ആ പർവ്വതത്തെ ജബൽ, ആ പർവ്വതത്തിന് ഒരൊറ്റ അജന്റ് കൊടുത്താൽ ആ വടി കൊണ്ട് ഒരൊറ്റടി ആ മലക്കിന്റെ ഒറ്റ അജന്റ് കൊടുത്താൽ മതി, പർവ്വതം മണലായി കൂടിയായി തകർന്നു മണ്ണായി നിലത്തെത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ അടിയുടെ വെയിറ്റ് എത്ര ഉണ്ടാവും? ആ ഇരുമ്പിന്റെ കനം എത്ര ഉണ്ടാവും? ആ വടി കൊണ്ട് എത്തിയും ഈ ഭാവിയായ മനുഷ്യന് എന്റെ അമ്മയാണ്, എന്റെ ഈ ഇസ്ലാമാണ്, എന്റെ ഈ മുഹമ്മദാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അവർ പറഞ്ഞ പോലെ ജീവിച്ചില്ല, അള്ളാഹ് അറിഞ്ഞില്ല, അള്ളാഹിന്റെ വീട് പഠിച്ചില്ല, അതുകൊണ്ട് അവർ പറയാനും പറ്റില്ല. അപ്പോഴോ പർവ്വതത്തെ പോലും അടിച്ച് മണലാക്കി ധൂളിയാക്കാൻ മാത്രം കനമുള്ള ഭാരമുള്ള ആ ഇരുമ്പിന്റെ വലിയുടെ ഏറ്റ അജണ്ട് ആ അടി കിട്ടേണ്ട താമസം ആ പാപിയായ മനുഷ്യൻ മണ്ണായി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. എന്ത് ചെയ്യും? സമാക്കാൻ വീണ്ടും അതേ രൂപമുണ്ടാക്കും, വീണ്ടും രൂപമുണ്ടാക്കി പിന്നീട് അടി തുടങ്ങും. പിന്നീട് അടി കൊടുക്കും. എപ്പോഴോ അപ്പോഴാണ് പുതിയ ചെയ്യുന്നില്ല. അപ്പൊ അടി കഴിക്കുമ്പോ ആദ്യം അടി കിട്ടിയപ്പോ അതിന്റെ അമരം കൊണ്ട് പൊടിയായിപ്പോയി ആ മനുഷ്യൻ പാടും. പിന്നെ തടി കിട്ടിയപ്പോഴോ അവൻ അട്ടഹസിക്കുന്നു, ചുളിഞ്ഞ് പ്രളയം കൊണ്ട് പെട്ടെന്ന് ആ അട്ടഹസിക്കും, കൂടി വിളിക്കും, വേദന സഹിക്കാൻ നിൽക്കാറ്. ആ അട്ടഹസിക്കുന്ന ആ നാദം സകലേ മനുഷ്യന്മാരും ജന്മികളും ഒഴികെ ബാക്കി എല്ലാവർക്കും കേൾക്കാമെന്നാണ് പറയുന്നത്.
വിശ്വാസികളെ ഒന്ന് നോക്കി. ആ കബറുള്ള ജീവിതത്തിൽ ഈ അടിയും തൊഴിയും എത്ര കാലം നമ്മളെയൊക്കെ പുനർജീവിപ്പിക്കുന്നത് വരെയും അവരുടെ അവസ്ഥയാണ്. അപ്പോൾ കബർ ശിക്ഷകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കബർ ശിക്ഷയ്ക്ക് കാരണമായ ഒന്നാമത്തെ കാരണം അശ്ശിർക്കുബില്ല വകുഫുറുബി, അല്ലാഹുവിൽ പങ്കു ചേർക്കുക, അവൻ ആ സത്യത്തെ നിഷേധിക്കുക. അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞത് അല്ലേ? ആരാണെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയം കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എമ്പാടുമുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്. ആ റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായോ? ആ റബ്ബിന്റെ മുമ്പിൽ 5 നേരം കുമ്പിടാൻ തയ്യാറായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ എത്ര സമയം ഞാൻ നിന്നും ചെലവഴിച്ചു അല്ലേ? ജീവിതത്തിൽ 10 അല്ലെങ്കിൽ 11 മണിക്കൂർ ഈ ഗൾഫ് മേഖലകളിൽ നാം അധ്വാനിക്കാറുണ്ട് കമ്പനിയിൽ അല്ലേ? 10 മണിക്കൂർ, ചിലർക്ക് 15 മണിക്കൂർ പണിയെടുക്കുന്നവരുണ്ട്. 15 മണിക്കൂർ പണിയെടുത്തത് അയാൾ എന്താ നേടുന്നത്? വർഷങ്ങളോളം പണിയെടുത്തിട്ട് ഓരോ ദിവസം 15ഉം 16ഉം 10 മണിക്കൂർ നേരം വിശ്രമമില്ലാതെ പണിയെടുത്തിട്ട് അയാൾ നേടിയതെന്താ? ഒരു വീടോ, മരിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന വീടോ, കുറച്ച് മക്കളോ എന്താണത്? മറിച്ച് ഈ 15ഉം 16ഉം മണിക്കൂർ പഠിക്കുന്നതിനിടയിൽ അള്ളാഹിന്റെ ദീൻ പഠിക്കാൻ കുറച്ച് സമയം മാറ്റി വെച്ചൂടെ? അത് കബറിലുണ്ടാവും. അതൊക്കെ പറയാൻ പറ്റും റബ്ബിയല്ലോ, എന്റെ റബ്ബ് അവനെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ അള്ളാഹുവിനോട് അടുത്തില്ല, അള്ളാഹിനോട് അടുത്തുക്കണോ അല്ലേ? നമ്മുടെ ബിസിനസ് ആവശ്യാർത്ഥം എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. പക്ഷേ അള്ളാഹിന്റെ മുമ്പിൽ കുമ്പിടാൻ വയ്യ അല്ലേ? ഖുർആൻ പാരായണം ചെയ്യാൻ വയ്യ. അങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ആദ്യം ശുദ്ധമാക്കണം. ശിർക്ക് വരാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ പ്രാർത്ഥന, അതേപോലെ നമ്മുടെ സഹായം തേട്ടം ഒക്കെ തന്നെ എന്റെ നാഥനായിട്ടുള്ള, എന്നോട് ചോദിക്കാതെ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള, വാരിക്കോടി ചോദിക്കാതെ എല്ലാ സുഖങ്ങളും തന്ന എന്റെ റബ്ബിന് മാത്രം, എന്റെ റബ്ബിന് അവകാശപ്പെട്ടത് എന്റെ റബ്ബിന് മാത്രം എന്ന വിശ്വാസത്തോടുകൂടി ജീവിച്ചാൽ ആ കബറിൽ ശിക്ഷകളിൽ രക്ഷപ്പെടാം. അതല്ല അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവിടെ ശിക്ഷ തുടങ്ങും. ഏറ്റവും വലിയ കബർ ശിക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ കാരണമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക. അതുകൊണ്ട് വിശ്വാസികൾ നമ്മുടെ ജീവിതം ശിർക്കിൽ നിന്ന് മുക്തമാണ്. അള്ളാഹിനെ അറിയണം, റബ്ബിനെ അറിയണം, ഇസ്ലാം അറിയണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരണം. അതേപോലെ തന്നെ കബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന മറ്റൊരു ദുഷിച്ച ഗുണമാണ് അൽ-നിഫാഖ്, അല്ലെ? സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 101-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? وَمِمَّنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ سَنُعَذِّبُهُم مَّرَّتَيْنِ ثُمَّ يُرَدُّونَ إِلَى عَذَابٍ عَظِيمٍ. എന്താ അല്ലാഹു പറയുന്നത് ഇവിടെ അല്ലേ? അല്ലാഹു പറയുന്നു وَمِمَّنْ حَوْلَكُمْ مِنَ الْأَعْرَابِ مُنَافِقُونَ. ഇല്ലേ, ഇതിന്റെ ചുറ്റുഭാഗത്തുമുള്ള അഅറാബികളുടെ കൂട്ടത്തിലുമുണ്ട് മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ. وَمِنْ أَهْلِ الْمَدِينَةِ മദീന നിവാസികളിലുമുണ്ട് കപടവിശ്വാസികൾ. മറദൂ അലൽ നിഫാഖ്, അവർ കാപട്യത്തിൽ കടുത്തുപോയിരിക്കുന്നു. ലാ തഅലമുഹും, മുഹമ്മദേ നിനക്ക് അവരെ അറിയില്ല. ആ കപടവിശ്വാസികൾ നിനക്കറിയില്ല. നഹ്നു നഅലമുഹും, നമുക്കറിയാം അവരെ കുറിച്ച്. അതുകൊണ്ട് തന്നെ സനുഅദ്ദിബുഹും മർറതൈൻ, ശ്രദ്ധിക്കണം, സനുഅദ്ദിബുഹും മർറതൈൻ, അവർ മുനാഫിഖീങ്ങളായതിനാൽ, കാപട്യം കാണിച്ചതിനാൽ സനുഅദ്ദിബുഹും മർറതൈൻ, 2 പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കും. ആ 2 പ്രാവശ്യത്തെ ശിക്ഷ കഴിഞ്ഞാലോ കഴിഞ്ഞിട്ടില്ല. ഈ 2 ശിക്ഷ കഴിഞ്ഞാൽ ഇതിനേക്കാളും വമ്പിച്ച ശിക്ഷയിലേക്ക് കൊണ്ടുപോകും. ഇത് കഴിഞ്ഞാൽ വേറെ വലിയ ശിക്ഷ വരാനുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, അതേപോലെ തന്നെ ഇമാം ഇബ്നു ജരീർ, അതേപോലെ തന്നെ ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ അഭിപ്രായ പ്രകാരം
അടിമുഖം മരണത്തെയും 2 പ്രാവശ്യം ശിക്ഷിച്ചെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ സമ്പത്തിന്റെ കുറവ്, അതേപോലെ തന്നെ പ്രയാസങ്ങൾ, മറ്റുള്ള ദുഃഖങ്ങൾ, അങ്ങനെ തുടങ്ങി ഈ ലോകത്ത് പല പല ശിക്ഷകൾ ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ തന്നെ പറയുന്നത് 2ാമത്തെ ശിക്ഷ ഖബറാണ്. ആ ഖബർ കഴിഞ്ഞാൽ, ഈ 2 ശിക്ഷയും കഴിഞ്ഞാൽ സുമ്മ യുവത്തോടെ അതാദിനെയും പരലോകത്ത് അദീമായ ശിക്ഷ, മഹത്തായ ശിക്ഷ വേറെയുണ്ട്. ആർക്ക്? നിഫാഖ്, കാപട്യമുള്ളവർ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ അമലുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ പോലും നിഫാഖ് ഉണ്ടാവാൻ പാടില്ല, കാപട്യം ഉണ്ടാവാൻ പാടില്ല. അല്ലേ? നമ്മുടെ ജീവിതം പഠിച്ചു നോക്കി അങ്ങനെ കാപട്യത്തോടുകൂടി പെരുമാറുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. അല്ലേ? കപട സ്വഭാവം, മറ്റുള്ളവരെ വഞ്ചിക്കുക, പറ്റിക്കുക, അതിന്റെ ലോകങ്ങളിലൊന്നും ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അല്ലേ? പറ്റിച്ച് കച്ചവടം ചെയ്യും, കാപട്യത്തോടുകൂടി കച്ചവടം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. എന്റെ കവറിൽ നോക്കാത്തത് നമ്മൾ ചുരുക്കുകയാണ് വിഷയങ്ങൾ, കൂടുതൽ പറയാറുണ്ട്. അതുകൊണ്ട് ഇത്തരം കാപട്യത്തോടുകൂടി ജീവിക്കുന്നവർക്ക് കവറിൽ കിട്ടുന്ന ശിക്ഷ പറഞ്ഞു. അല്ലേ? അവർക്ക് കവറിൽ ശിക്ഷയൊന്നും ഇഹലോകത്ത് മാത്രമല്ല, കവറിലുണ്ട്, പിന്നെ പരലോകത്ത് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കവറിന് ഓരോ ശിക്ഷകളെന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിങ്ങനെ ചിത്രീകരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്ക് ജിബ്രീലും മീകായിലും വന്ന് കൊണ്ടുപോവുകയുണ്ടായി സ്വപ്നത്തിലൂടെ. അല്ലേ? സുദീർഘമായി വന്ന ആ ഹദീസ് ഓരോ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാരണങ്ങളും അതിനുള്ള ശിക്ഷകളും കൃത്യമായി പറയുന്നു. ഇപ്പോൾ നമുക്ക് 2 പറഞ്ഞു. ഒന്ന്, അല്ലാഹുവിൽ പങ്കു ചേർക്കില്ല. 2, കാപട്യം. ഇത് 2 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. വിശ്വാസത്തിലും വാക്കിലും സംസാരത്തിലുമൊക്കെ ശുദ്ധമുള്ള ആളുകളായിരിക്കും, ശുദ്ധരായിരിക്കും. കാപട്യവും നിഫാഖും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജിബ്രീലും മീകായിലും ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? അങ്ങനെ എന്ത് ചെയ്തു? ഒരാളുടെ അടുക്കൽ